കോവിഡ് കാലത്ത് തടിച്ചു കൊഴുത്ത ചില മരുന്ന് കമ്പനികളുണ്ട്. ഫാർമ ഇൻഡസ്ട്രി പുതിയ പുതിയ മരുന്നുകൾ, വാക്സിൻ ഉൾപ്പെടെ, അല്ലെ കോവിഡിന് പനി വന്നാൽ ഉപയോഗിക്കാനുള്ളതൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്ത പുതിയ പുതിയ മരുന്നുകൾ, അത് വിറ്റ് കോടികൾ ഉണ്ടാക്കിയ മരുന്ന് കമ്പനികൾ. കോവിഡിന് പിന്നാലെ ആ മരുന്ന് കമ്പനികളുടെ ഓഫീസുകളിൽ ED റെയ്ഡ് നടത്തിയപ്പോൾ ആ റെയ്ഡിൽ നിന്ന് തലയുരാൻ വേണ്ടി അവർ ഇലക്ട്രൽ ബോണ്ട് എടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ സംശയമാണ്. ഒരു കോർപ്പറേറ്റ് മരുന്ന് കമ്പനിയിൽ, വലിയ കമ്പനികളാണ്, അവിടെ ED റെയ്ഡ് നടക്കുന്നു. റെയ്ഡ് നടത്തിയിട്ട് അതിൻ്റെ ചില മുതലാളിമാരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 3-4 ദിവസം കഴിയുമ്പം ഇത്ര കോടിയുടെ ഇലക്ട്രൽ ബോണ്ടിങ് എടുത്തു കഴിയുമ്പം പിന്നെ അന്വേഷണം മരവിച്ചു. അപ്പം ഈ EDയുടെ പരിപാടി എന്താണ്? ഇവരെ അറസ്റ്റ് ചെയ്തിട്ട്, റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്തിട്ട് ED തന്നെയാണ് ഇവരോട് പറയുന്നത്, നിങ്ങൾ മറ്റേതങ്ങ് എടുത്തു കഴിഞ്ഞാൽ കേസ് നൂരാം എന്ന് ഉപദേശിക്കുന്നത് ED ഉദ്യോഗസ്ഥർ തന്നെയാണോ എന്നിപ്പോൾ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ആരാണ് ഇത് ഈ കമ്പനികളുടെ മേധാവികളെ അറിയിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിയെ അറിയിക്കുന്നത്? അത് കേസ് എന്ന് പറഞ്ഞെങ്കിൽ, EDയുടെ കേസ് എന്ന് പറഞ്ഞെങ്കിൽ, അല്ലെ CBIയുടെ കേസ് എന്ന് പറഞ്ഞെങ്കിൽ ഇത്ര കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അങ്ങ് എടുത്തേക്കൂ. അത് BJPക്ക് എടുക്കാം, മറ്റാർക്കും കൊടുക്കരുത്, മറ്റന്മാരൊന്നും ശരിയില്ല. അത് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കേസിൽ നിന്ന് ഊരിത്തരാം എന്നൊരു സംവിധാനമാണ് കഴിഞ്ഞ ഇലക്ട്രൽ ബോണ്ട് വന്ന 2018 മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ പ്രവർത്തിച്ചത്. ഈ വർഷം ആദ്യം വരെ സുപ്രീം കോടതി ഇത് റദ്ദാക്കുന്ന ഈ വർഷം ആദ്യം വരെ. എന്തൊരു ക്രൂരമായ തമാശയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നടന്നുകൊണ്ടിരുന്നത് എന്ന് ആലോചിക്കുക. ഇപ്പോഴും നടക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മൾ നേടിയ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസ്ഥാപിതമായ അഴിമതി, അതായത് പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് നിയമം പാസ്സാക്കിയിട്ട് നടത്തിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. അപ്പോൾ ഏറ്റവും ലീഗലൈസ് ചെയ്ത അഴിമതി നടത്തിയ ക്രെഡിറ്റാണ്, നൊട്ടോറിയസ് ക്രെഡിറ്റാണ് നരേന്ദ്രമോദി സർക്കാരിന് കിട്ടിയിരിക്കുന്നത്. അത് ചെറിയ സംഖ്യയല്ലല്ലോ, എത്രായിരം കോടി രൂപയുടെ ഏർപ്പാടാണെന്ന് ആലോചിച്ച് നോക്കണം. അതിന് 2-3 ഉദാഹരണങ്ങൾ ഞങ്ങൾ പറയാം. കൃത്യമായ കണക്കുകൾ ഇപ്പോൾ പുറത്ത് ഓരോ ദിവസമായിട്ട് പുതിയ പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഈ കോവിഡിന് ശേഷം ഏതാണ്ട് ഫാർമയുടെ മാത്രം എന്ന് പറയുക, മറ്റുള്ള കോർപ്പറേറ്റുകളെ ഞങ്ങൾ വിടുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞാണ് ഇത്ര ആയിരം കോടി ഈ രീതിയിൽ ഇങ്ങനെ BJPക്ക് കിട്ടി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഏതാണ്ട് 3.7 ലക്ഷം കോടി രൂപ, അതായത് 3.7 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ്, അല്ലെ കോൺട്രാക്റ്റുകളാണ് ഈ ED റെയ്ഡ് നടന്ന കമ്പനികളിൽ 41ഓളം കമ്പനികൾക്ക് കിട്ടിയത്. ഈ ഇലക്ട്രൽ ബോണ്ട് എടുത്തതിന് ശേഷം കിട്ടിയ ബിസിനസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാർമയിൽ, മറ്റുള്ളതൊക്കെ പിന്നെ വേറെ പലതുമുണ്ട്. നമ്മുടെ മെഗാ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഹിമാലയത്തിൽ ടണൽ, ദേശീയപാതയ്ക്കും റെയിൽവേക്കും ടണൽ നിർമ്മിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രോജക്റ്റ് അവർക്ക് കിട്ടിയത് ഇലക്ട്രൽ ബോണ്ട് എടുത്തതിന് ശേഷമാണ്, BJPക്ക് വേണ്ടി. അത് വേറെ ഒരു ഇതേപോലെ നടന്ന മറ്റൊരു അഴിമതി. ഇത് ഫാർമയുടെ മാത്രം ഞങ്ങൾ പറയാം, മരുന്ന് കമ്പനികളുടെ 945 കോടി രൂപ വരും മരുന്ന് കമ്പനികൾ മാത്രം കൊടുത്ത ഇലക്ട്രൽ ബോണ്ട് തുക. ഇതിൻ്റെ ബഹുസംഖ്യയും ആർക്കാ കിട്ടിയത്? ഭൂരിപക്ഷവും കിട്ടിയത് BJPക്ക്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് മൈക്രോ ലാബാണ്. ഈ കോവിഡ് സമയത്ത് ഡോളോ പാരസിറ്റമോൾ ഗുളിക ഇറക്കി. ഇന്ന് ഏറ്റവും ഫേമസ് ആണ് ഡോളോ പാരസിറ്റമോൾ. അപ്പം ഇപ്പം പനി വന്നാൽ ഡോളോ കഴിച്ചാൽ മതി എന്ന് പറയും. മുമ്പ് നമ്മൾ സാധാ പാരസിറ്റമോളാണ് ഡോക്ടർമാർ പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഡോളോ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഡോളോയുടെ വിൽപ്പന കുതിച്ചു കയറിയപ്പം ഡോളോയുടെ മുതലാളിക്ക് എത്ര കോടി രൂപയാണ് കിട്ടിയത്. അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പം മൈക്രോ ലാബിൻ്റെ ഡോളോ ഒരു എക്സാമ്പിൾ. ഡോളോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കർണാടകയിലാണ്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ ഫാക്ടറി, മരുന്ന് ഫാക്ടറി ഉള്ളത് സിക്കിമിലാണ്. സിക്കിമിൽ ഭരിക്കുന്നത് സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന പ്രാദേശിക പാർട്ടിയാണ്. അതുകൊണ്ട് അവർക്ക് ഈ സിക്കിം ക്രാന്തികാരി മോർച്ചയ്ക്ക് മൈക്രോ ലാബ് കൊടുത്തത് 7 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്ത് പൈസ കൊടുത്തത്, 7 കോടി രൂപയുടെ. ഇത് കൂടാതെ കർണാടകയിൽ അന്ന് ഭരിച്ചിരുന്നത് BJP ആണ്, പിന്നെയല്ലേ കോൺഗ്രസ് വന്നത്.
കർണാടകയിലും ഇതുപോലെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിട്ട് കാശ് കൊടുത്തു. പിന്നെ 11 പാർട്ടികൾക്ക്, സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഇത് ഉൾപ്പെടെ BJP ഉൾപ്പെടെ 11 പാർട്ടികൾക്കാണ് മരുന്ന് കമ്പനികളുടെ കെയറോപ്പിൽ ഇലക്ട്രൽ ബോണ്ട് വഴി കാശ് കിട്ടിയത്. അതിൻ്റെ കാരണം എന്തുകൊണ്ട് BJPക്ക് മാത്രമല്ല എന്ന് ചോദിച്ചാൽ, മരുന്നുൽപാദനം ഒരു പ്രാദേശിക വിഷയം കൂടിയാണ്, സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയാണ്, ഹെൽത്ത്. അപ്പോൾ ദേശീയ തലത്തിൽ മാത്രമല്ല മരുന്ന് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഓരോ സംസ്ഥാനത്തും അതാത് ഭരിക്കുന്ന സംസ്ഥാനത്തെ സർക്കാരിൻ്റെ അനുമതിയും പിന്തുണയും ഒക്കെ കിട്ടിയാൽ മാത്രമേ അവിടെ മരുന്ന് കമ്പനികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്നിടത്തും, അതുപോലെ കർണാടകയിലും, അതുപോലെ തെലങ്കാനയിലെ TRS, ഇപ്പം BRS ആ സമയത്ത് അവിടെ ഭരിക്കുമ്പോഴുമൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ എടുത്തുകൊണ്ട് ഈ മരുന്ന് കമ്പനികൾ കേന്ദ്രത്തിൽ ഭരിക്കുന്നവരെയും സുഖിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, തങ്ങളുടെ കച്ചവടം പൊടിപിടിക്കാൻ, അതേപോലെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പാർട്ടിക്കും ഇലക്ട്രൽ ബോണ്ട് വഴി കാശ് കൊടുക്കുക. ഇനി ഇതിനകത്ത് വേറൊന്നാണ് അരബിന്ദോ ഫാർമ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കക്ഷി കൂടിയാണ് അരബിന്ദോ ഫാർമ. അരബിന്ദോ ഫാർമയുടെ ഉടമസ്ഥൻ മുതലാളി ആരാണ്? ശരത് ചന്ദ്ര റെഡ്ഡി. ഈ അരബിന്ദോ ഫാർമ BJPക്ക് വേണ്ടി 10 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് എടുത്തത്. വേറെ ചിലർക്കും അവർ ഇലക്ട്രൽ ബോണ്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ സഹായം ചെയ്തു കൊടുത്തത് BJPക്കാണ്. എന്താണ് കാരണം? അരബിന്ദോ ഫാർമയുടെ ശരത് ചന്ദ്ര റെഡ്ഡിയെ ED റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്തിരുന്നു. വെറും 5 ദിവസത്തിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കമ്പനി അരബിന്ദോ ഫാർമ 5 കോടി രൂപയുടെ ആദ്യ ബോണ്ട് എടുക്കുന്നു, ഇലക്ട്രൽ ബോണ്ട്. പിന്നെ വീണ്ടും സഹായിക്കുന്നു. ആദ്യ ഗഡു എടുക്കുന്നത് ഈ അറസ്റ്റിലായതിൻ്റെ 5 ദിവസം കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് കേസ് മരവിപ്പിക്കുന്നു, ദുർബലപ്പെടുത്തുന്നു, അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു, അദ്ദേഹം പുറത്തിറങ്ങുന്നു. ED ഈ റെഡ്ഡിയെ ആദ്യം ചോദ്യം ചെയ്യുമ്പോൾ റെഡ്ഡി ഒരിക്കലും കേജ്രിവാളിനെ കണ്ടതായിട്ടോ ഒരു മൊഴിയും കൊടുത്തിട്ടില്ല. മാത്രമല്ല, ശരത് ചന്ദ്ര റെഡ്ഡി കൊടുത്ത മൊഴി, അരബിന്ദോ ഫാർമയുടെ മുതലാളി കൊടുത്ത മൊഴി, EDക്കുള്ള ആദ്യത്തെ റെക്കോർഡ് മൊഴിയിൽ എനിക്ക് കേജ്രിവാളിനെ നേരിട്ട് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നു. എന്നിട്ട് ഇലക്ട്രൽ ബോണ്ടും എടുത്തിട്ട് ഇദ്ദേഹം പുറത്ത് വന്നിട്ട് അന്വേഷണം മരവിച്ച് കഴിഞ്ഞപ്പം അടുത്ത മൊഴി മാറ്റിയിട്ട് പറഞ്ഞു, കേജ്രിവാളിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഇതിനകത്ത് സഹായിച്ചു എന്നൊക്കെ മൊഴി മാത്രം. വേറെ ഡോക്യുമെൻ്റ് തെളിവൊന്നും ഇതേവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു കേസിലെ പ്രതി അപ്രൂവറായി കഴിഞ്ഞാൽ, മാപ്പുസാക്ഷിയായി കഴിഞ്ഞാൽ അത് ആർക്ക് വേണ്ടിയാണ്? കൂട്ടുപ്രതികൾക്ക് വേണ്ടിയല്ല, പ്രോസിക്യൂഷന് വേണ്ടിയാണ്. അപ്പം ഇതാണ് ഇത്തരം കേസുകളുടെ ഈ നിയമ പ്രാബല്യം എന്ന് പറയുന്നത്. പലതും തെളിവെന്ന് ED പറയുന്നത് കോടതി ചെല്ലുമ്പോൾ അത് ഈ ഉള്ളി തൊലിച്ച പോലെ അത് കൊഴിഞ്ഞ് അങ്ങ് പോകുന്ന അവസ്ഥയാണുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ശരത് ചന്ദ്ര റെഡ്ഡിയുടെ നിലപാട് മാറ്റം. ഇതിൻ്റെയൊക്കെ പേരിലാണ് അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരെയും ഒക്കെ മുമ്പും ഇപ്പോൾ കേജ്രിവാളിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസ് കോടതിയിൽ എവിടെയൊക്കെ പോയി എന്തൊക്കെയാകുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ, ഡൽഹി മദ്യനയത്തിൽ റെഡ്ഡി കാണിച്ച മലക്കം മറിച്ച് അതുവഴി ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ED നടത്തുന്ന ശ്രമം. ഇപ്പം ED കഴിഞ്ഞിട്ട് പിന്നെ CBI വന്നിട്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമായിരിക്കും. കാരണം ജയിലിൽ പോയി കിടക്കട്ടെ. പക്ഷേ ഇവിടെയാണ് BJP ഗവൺമെൻറ്റിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ മണ്ടത്തരം എന്ന് പറയുന്നത്. അവരിപ്പോഴും തിരിച്ചറിയുന്നില്ല. എന്താണ് അറിയാത്തത്? പുറത്തുള്ള കേജ്രിവാളിനേക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ജയിലിൽ കിടക്കുന്ന കേജ്രിവാളിനെ ആയിരിക്കുമെന്ന് ഇതുവരെയും BJPക്കോ നരേന്ദ്രമോദി സർക്കാരിനോ മനസ്സിലാവുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജോർജ് ഫെർണാണ്ടസ്, പ്രതിപക്ഷ നേതാക്കളിൽ പ്രധാനിയായ ജോർജ് ഫെർണാണ്ടസ് ജയിലിൽ കിടന്നുകൊണ്ട് ലോക്സഭയിലേക്ക് മത്സരിച്ച് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വന്നത് എന്ന ചരിത്രം നമ്മൾ ഓർമ്മിക്കണം. അടിയന്തരാവസ്ഥയുടെ കരാളഹസ്തങ്ങളെല്ലാം അതിൽ നിന്ന് മോചിക്കപ്പെട്ടിട്ട് 1977 ദേശീയ ഇലക്ഷൻ വരുന്നു. അടിയന്തരാവസ്ഥയുടെ ക്രൂരതകളെല്ലാം മാറ്റിവെച്ചിട്ട് ഇലക്ഷൻ കോൺഗ്രസ് തോറ്റ് തുന്നമ്പാടി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്തായി. ആ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടന്നിട്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയതിന് ജയിലിൽ കിടന്ന് മത്സരിച്ച്
മണ്ഡലത്തിൽ പോയി വോട്ട് ചോദിക്കുക, അത് ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിനാണ് ജോർജ് ഫെർണാണ്ടസ് എന്ന വലിയ നേതാവ് ജയിച്ചു വന്നത്. അപ്പം ഈ ചരിത്ര പാഠങ്ങളൊന്നും നമ്മൾ മറക്കാതിരിക്കുക, അധികാരത്തിലിരിക്കുന്നവർ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.